ഒരു ഫേക്ക് റിച്ച് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു റീലുണ്ട്. അപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു കുട്ടീനെ അറിയായിരുന്നു. ഞാൻ ഇവിടെ പറഞ്ഞാൽ എല്ലാം വിശ്വസിക്കും. കാരണം എനിക്ക് ആ കുട്ടീനെ അതിന് മുമ്പ് അറിയില്ല. ഞാൻ ആ പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ കുട്ടീനെ ആദ്യമായിട്ട് കണ്ടത്. സോ ഈ കുട്ടി പറഞ്ഞ എല്ലാ കഥയും ഞാൻ വിശ്വസിക്കായിരുന്നു. അവൾക്ക് 4 ചേട്ടന്മാരുണ്ടെന്ന് പറഞ്ഞു, അത് ഞാൻ വിശ്വസിച്ചു. ആൻഡ് അവൾക്ക് ഓണപരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി. അങ്ങനെ ഇതൊക്കെ അവൾ എന്ത് പറയുന്നു ഇതൊക്കെ ഞാൻ വിശ്വസിക്കുമായിരുന്നു. കാരണം നോണ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഓരോ കുട്ടിക്ക്. സോ ഞാനെല്ലാം വിശ്വസിക്കും. അങ്ങനെ ഈ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വന്ന് പറയാറുണ്ട്. ഇങ്ങനെ എൻ്റെ കൂടെയുള്ള ഒരു കുട്ടിക്ക് 4 ചേട്ടന്മാരുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ വീട്ടിൽ പറയാറുണ്ട്. അങ്ങനെ ഒരു ദിവസം എൻ്റെ അച്ഛനെ വന്നപ്പോൾ ഈ കുട്ടിയാണ് ആ കുട്ടിയും ഞാൻ പറഞ്ഞു. അപ്പം അച്ഛൻ പറയാം, ഇത് ആരുടെ ഒരു മോളല്ലേ, ഇവർക്ക് 4 ചേട്ടന്മാരൊന്നും ഇല്ല, ഒരു മോനും ഒരു മോളും മാത്രമേ ഉള്ളൂ. ഞാൻ അച്ഛൻ്റെ അടുത്ത് വാദിച്ചു, ഇല്ല അച്ഛാ അവൾക്ക് 4 ചേട്ടന്മാരുണ്ട്, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അവൾ എന്തിനാ നോണ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വാദിച്ച്. ആൻഡ് ഒരു ദിവസം ഞാൻ അച്ഛനെ പോകുമ്പോൾ ഈ കുട്ടിയുടെ അച്ഛനെ ഞങ്ങൾ റോട്ടിൽ വെച്ച് കണ്ടു. എന്നിട്ട് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ റോട്ടിൽ വെച്ച് ചോദിച്ചു, നിനക്ക് 4 ആൺമക്കളുണ്ടെന്നാണല്ലോ കേട്ടത്. ലൈക്ക് ആ ടൈമിൽ ആ കുട്ടിയുടെ അച്ഛനും ആകെ ഓക്കോടായി. കാരണം മോള് പറഞ്ഞു നിനക്ക് 4 ആൺമക്കളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനും ആദ്യം ഓക്കോടായി, എനിക്കും ആകെ ഓക്കോടായി. കാരണം ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഇത് ഈ ന്യൂസ് എൻ്റെ അച്ഛൻ്റെ ചെവിയിലെത്തി അച്ഛൻ ആ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നത്. അതൊരു ഓക്കോഡ് മൊമെൻ്റ് ആയിരുന്നു. അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ ആരും പറയുന്നതും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന്. അതിനുശേഷം എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസാണ്. ആരും ഇത് പറഞ്ഞാലും ഇത് സത്യമായിരിക്കും സത്യമായിരിക്കില്ലേ.